ഒഴുകുമി വെണ്ണിലാ പാലരുവേ, ഒരു നിമിഷം കൊണ്ടൊരു യമുനയാക്കൂ. ഒഴുകുമി വെണ്ണിലാ പാലരുവേ, ഒരു നിമിഷം കൊണ്ടൊരു യമുനയാക്കൂ. പ്രേമോദയങ്ങളിൽ മെയ്യോടു ചേർക്കുമൊരു ഗാനഗന്ധർവനാക്കൂ. എന്നെ നിൻ ഗാനഗന്ധർവനാക്കൂ. പ്രേമോദയങ്ങളിൽ മെയ്യോടു ചേർക്കുമൊരു ഗാനഗന്ധർവനാക്കൂ. എന്നെ നിൻ ഗാനഗന്ധർവനാക്കൂ. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്തരാത്രി, എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ. ഇവിടം വൃന്ദാവനമാക്കൂ. പ്രതിഭകൾ ചെറുപ്പം തൊട്ടേ വളർന്നു വരുന്നതാണ്. കാലഘട്ടങ്ങൾ കഴിയും തോറും അത് അരക്കിട്ടുറപ്പിച്ച ഒരുപാട് പക്വതയുള്ള ഗായകരായി മാറുന്ന ഒരു കാലഘട്ടമാണ്. നാം നേരത്തെ പറഞ്ഞുവല്ലോ, നമുക്ക് പ്രതിഭകളെയല്ല നമുക്ക് ആവശ്യം, പ്രതിഭകളാകാൻ പോകുന്ന കലാകാരന്മാരെയും കലാകാരികളെയുമാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. ഹലോ റേഡിയോയുടെ അതിഥി ഇന്ന് നമുക്കായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് ദേവിക ദീപക്കാണ്. ദേവിക ദീപക്കിൻ്റെ നല്ല ഗാനങ്ങളും അനുഭവങ്ങളും ഒക്കെ ആയിട്ട് കുറേ അനുഭവങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഹലോ റേഡിയോയിലേക്ക് ദേവികയ്ക്ക് സ്വാഗതം. ദേവിക ഇപ്പം എന്താണ് ചെയ്യുന്നത്? ഞാനിപ്പോൾ 10th കഴിഞ്ഞിട്ട് 11th പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് പഠിക്കുന്നത്? ഞാൻ ഭവൻസിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഭവൻസിലാണ്. പാട്ട് പഠിച്ചത് എത്ര കാലം മുമ്പാണ്? UKG മുതൽ പഠിച്ചു തുടങ്ങിയതാണ്. അപ്പോൾ ചെറുപ്പം മുതൽ പഠിക്കാനുള്ള താല്പര്യം ഉണ്ടായിരുന്നു. പാട്ടുകൾ കേൾക്കുമായിരുന്നു. കർണാട്ടിക് സംഗീതം തന്നെയാണോ പഠിച്ചിട്ടുള്ളത്? ഹിന്ദുസ്ഥാനി ഒന്നും പഠിച്ചിട്ടില്ല അല്ലേ? അങ്ങനെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. അപ്പോൾ ഹിന്ദുസ്ഥാനി തലത്തിലുള്ള പാട്ടുകാരെ, സംഗീത സംവിധായകരെ കുറിച്ചൊക്കെ അറിയാമോ നമുക്ക്? പഴയ കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ വന്നിട്ടുള്ള ബാബുരാജ് എന്നൊക്കെ പറഞ്ഞ സംഗീത സംവിധായകനാണ് ഈ ഹിന്ദുസ്ഥാനി സംഗീതം മലയാളത്തിൽ കൊണ്ടുവരുന്നത്. പിന്നെ അത് മറ്റുള്ള തരത്തിലുള്ള ഗസൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മുമ്പായിക്ക അങ്ങനെ കുറേ ആളുകൾ വന്നിട്ടുണ്ട്. മലയാളം പാട്ടുകൾ മാത്രമാണോ കേൾക്കാറ്? മലയാളം, ഹിന്ദി, എല്ലാ തരം പാട്ടുകളും കേൾക്കണം. ശരിക്കും ഒരു ഗായികയാവാൻ തന്നെയാണോ ആഗ്രഹം ഭാവിയിൽ? പാട്ട് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഹോബി ആയിട്ടാണ് ഞാൻ കൊണ്ടു നടക്കുന്നത്. ഒപ്പം കൂട്ടുകയാണ്. ഓക്കെ. ജീവിതത്തോടൊപ്പം കൂടെ കൂട്ടാനാണ്. ചില തീരുമാനങ്ങൾ ചോദിച്ചു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ പാട്ട് ഭയങ്കര ഇഷ്ടമാണല്ലേ? വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണോ താങ്കൾ പാട്ട് പാടുന്നത്? മോള് പാട്ട് പാടുന്നത് ഇഷ്ടമാണല്ലേ? അതിലേറ്റവും കൂടുതൽ ഇഷ്ടം ആർക്കാണ്? അച്ഛനാണോ അമ്മയ്ക്കാണോ? അച്ഛനും അമ്മയ്ക്കും, പിന്നെ അച്ഛൻ്റെ അനിയൻ്റെ വൈഫിന്, പിന്നെ അച്ഛമ്മയ്ക്കൊക്കെ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് ഇങ്ങനെ പാട്ട് ചെറുപ്പത്തിലെ വെച്ച് കേൾക്കുന്ന ഒരു സംഭവമാണോ? റേഡിയോ ഒക്കെയാണോ? അതെ. എങ്ങനെയാണ് പാട്ടുകൾ? റേഡിയോയിൽ കൂടെയും TV-യിലൂടെയും. ഇപ്പൊ ഒരുപാട് സാധ്യതകളുണ്ടല്ലോ അല്ലേ? ശരിക്കും നമുക്ക് വിരൽത്തുമ്പിലാണ് എല്ലാ കാര്യങ്ങളും വരുന്നത്. അപ്പോൾ നമുക്ക് ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് പാട്ട് പാടാൻ പറഞ്ഞാൽ വീണ്ടും ദേവിക ഏത് പാട്ടായിരിക്കും പാടുക? പെട്ടെന്ന് ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം? പഴയ ഒരു പാട്ട് പാടാം. ആയിക്കോട്ടെ. ഋതുഭേദ കൽപ്പന ചാരുത നൽകിയ പ്രിയ പാരിതോഷികം പോലെ ഒരു രോമഹർഷത്തിൻ ധന്യത പുൽകിയ പരിരംഭണ കുളിർ പോലെ പ്രഥമാനുരാഗത്തിൻ പൊന്മണിച്ചില്ലയിൽ കവിതേ പൂവായി നീ വിരിഞ്ഞു. ഋതുഭേദ കൽപ്പന ചാരുത നൽകിയ പ്രിയ പാരിതോഷികം പോലെ. ഈ ചെറുപ്പം തൊട്ടുള്ള ഗുരുക്കന്മാരൊക്കെയാണ് പഠിച്ചു വന്നത് സംഗീതം പഠിച്ചത്? ഞാൻ ആദ്യമായിട്ട് പാട്ട് പഠിക്കാനായിട്ട് പോയത് പാർമേക്കാവിലെ ഒരു മ്യൂസിക് ടീച്ചറിൻ്റെ അടുത്താണ്. അവിടെ ഒരു 7 വർഷത്തോളം പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം രവിവർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാഷ്. നല്ല മ്യൂസീഷ്യനാണ്, സൗണ്ട് എഞ്ചിനീയറും കൂടെ എൻ്റെ ഫ്രണ്ടാണ് രവിവർമ്മ.
രവിവർമ്മ സാറിൻ്റെ അടുത്താണോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അത്താണിയിൽ ആൾക്കൊരു ഇതൊക്കെ സൗണ്ട് എഞ്ചിനീയറിംഗ് സ്ഥാപനമൊക്കെ ഉണ്ട് സ്വന്തമായിട്ട്. രവിവർമ്മ അറിയപ്പെടുന്ന ഒരു മ്യൂസീഷ്യനാണ് തൃശ്ശൂരിലും കേരളത്തിലും മൊത്തം. അപ്പോൾ ആ പാട്ട് പഠിത്തത്തിനിടയിൽ കൂടെ നമ്മൾ എപ്പോഴെങ്കിലും ഒരു പാട്ടൊക്കെ നമുക്ക് പാടി വേറൊരു രീതിയിൽ നമുക്ക് ട്യൂൺ ചെയ്യണം എന്നൊക്കെ തോന്നിയിട്ടുണ്ട് ഈ ഒരു 7 വർഷമൊക്കെ ആയിട്ടുള്ള പഠനത്തിൻ്റെ ഇടയിൽ? പാട്ട് ട്യൂൺ ചെയ്യാന്ന് വെച്ചാൽ ഒരു പാട്ട് ഒരു വരികൾ എഴുതി ഇണമിടണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? സ്കൂളിൽ നിന്ന് ടീച്ചർമാര് കവിത എഴുതുന്ന കുറെ ടീച്ചർമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ കവിത എഴുതി തരും. അപ്പോൾ അതൊക്കെ ചെറുതായിട്ട് ട്യൂണൊക്കെ ചെയ്ത് കൊടുക്കും. ഒരു പാട്ട് കേട്ടാൽ അതിന്റെ രാഗം ഏതാണെന്നൊക്കെ മനസ്സിലാക്കാവുന്നൊരു സമയമായോ? അപ്പോൾ ഇല്ല, ചെറുപ്പം മുതൽ അത്രയ്ക്ക് ഇതായിട്ടൊന്നല്ല പഠിച്ചത്. അപ്പോൾ എങ്കിലും എത്തുന്നുള്ളൂ. അപ്പോൾ അതിനുള്ള പക്വത വരുന്ന പ്രായത്തിലായിട്ടുള്ളൂ. ഞാൻ ചോദിച്ചു എന്ന് മാത്രം, ഒരു പക്വതയുടെ രീതിയിൽ ചോദിച്ചു മാത്രം. സമ്മാനങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടോ സ്കൂൾ തലത്തിൽ? അതൊക്കെ സ്കൂളിൽ സ്റ്റേറ്റിൽ എനിക്ക് സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് കലോത്സവം അല്ല സ്റ്റേറ്റ് കലോത്സവത്തിൽ എനിക്ക് ലൈറ്റ് മ്യൂസിക്കിനും അതുപോലെ തന്നെ ലൈറ്റ് മ്യൂസിക്കിന് A ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. കവിതയ്ക്ക് ഫസ്റ്റ്, അതുപോലെ തന്നെ ഗിറ്റാറിനും A ഗ്രേഡ് കിട്ടി. ഗിറ്റാറുണ്ട് അല്ലേ? അപ്പോൾ ഒരു കലാപ്രതിഭയാവാനുള്ള എല്ലാത്തരം പരിപാടികളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് അല്ലേ? വീട്ടിലാരെങ്കിലും പാട്ടൊക്കെ പാടുന്നവരുണ്ടോ? അങ്ങനെ ആരുമില്ല. അച്ഛനും അമ്മയൊക്കെ പാടുന്നവരുണ്ടോ? അവർക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ് അല്ലേ? പാട്ടുകൾ കേൾക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. പാട്ടുകൾ ഒരുപാട് കേൾക്കുക. പിന്നെ ഈ പറഞ്ഞ മാതിരി ഹോബി ആയതുകൊണ്ട് തന്നെ പഠനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് പാട്ടിൽ മാത്രം മുഴുകിപ്പോയാൽ ചിലപ്പോൾ പഠനം അവിടെ കിടക്കും. ഒരു പഠനത്തിൻ്റെ ഒരു പ്രായമായി കഴിഞ്ഞാൽ നമുക്ക് പാട്ടിലേക്ക് വേണമെങ്കിൽ തിരിയാമല്ലോ. അങ്ങനെ ഒരുപാട് പേര് മാറിയിട്ടുള്ളവരുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ. സംഗീതം ഇപ്പോൾ എന്താ പറയുക, ജയേട്ടനൊക്കെ ഒരു എഞ്ചിനീയറായിരുന്നു, ജയേന്ദ്രൻ, ഭാവഗായകൻ ജയേന്ദ്രൻ. അദ്ദേഹം പാട്ടിലേക്ക് വരുന്നത് ഒരു ഇടക്കാലത്തൊരു വയസ്സിൽ വെച്ചിട്ടാണ് ശരിക്കും അല്ലേ? അപ്പോൾ അത്തരം ആളുകളുടെ പാട്ടുകൾ ഏത് ഇപ്പോൾ നിങ്ങളൊരു ഫീമെയിൽ സിംഗർ, മലയാളത്തിലെ ഹിന്ദിയിലൊക്കെ കൂട്ടിയിട്ടുള്ള ഫീമെയിൽ സിംഗർ ഏതാണ് ഇഷ്ടമുള്ള ഒരു ഫീമെയിൽ സിംഗർ? ജാനകിയമ്മയുടെ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടം. ജാനകിയമ്മയുടെ പാട്ടുകളാണ് ഇഷ്ടം അല്ലേ? ഇപ്പോൾ ഒരു ശബ്ദമൊക്കെ മാറി വരുന്ന സമയമാണെന്ന് തോന്നുന്നല്ലേ, ഒരു വോയിസ് കളത്തിൻ്റെ സമയമാണ്. അപ്പോൾ എന്തായാലും ജാനകിയമ്മയുടെ ഒരു പാട്ടിലേക്ക് പോയാലോ നമുക്ക്? നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു. താവകവീതിയിൽ എൻ മിഴിപ്പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു. നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു. താവകവീതിയിൽ എൻ മിഴിപ്പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു. നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ. പാട്ട് കേട്ടിട്ട് ഇങ്ങനെ ഗാനമേള സംഘങ്ങളോ അങ്ങനെ എന്തെങ്കിലും പരിപാടികൾക്കൊക്കെ വിളിച്ചിട്ടുണ്ടോ? വേദികളിൽ പാടാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ വേദികളിൽ പാടാൻ ധാരാളം അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എനിക്ക് തന്നെ ചെറിയൊരു ട്രൂപ്പ് ഉണ്ട്. 2-3 കുട്ടികളെ ചേർന്നിട്ട് നടത്തുന്നത്. ബാൻഡാണോ? കരോക്കെ വെച്ചിട്ട് ഞങ്ങൾ പല സ്ഥലങ്ങളിലും പോയി ഗാനമേള അവതരിപ്പിക്കാറുണ്ട്. ഗാനമേളയാണോ അതെ അങ്ങനെ പാട്ടുകൾ സ്വന്തമായി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പാട്ടുകൾ അങ്ങനെയൊന്നും ഇല്ലല്ലേ? ഫിലിം സോങ്സ് ആണ്. അപ്പോൾ അതിൽ ഗിറ്റാർ വായിച്ച് പാടും എങ്ങനെയാണ്? കരോക്കെ വെച്ചിട്ട് പാട്ട് പാടുകയാണ് ചെയ്യാം. കരോക്കെയാണ്. ഓക്കെ. ഇൻസ്ട്രുമെന്റൽ ഇല്ലാണ്ട് തന്നെ അല്ലേ? എത്ര പേരുണ്ട് കൂടെ? 3 പേര്. 2 പേരാണ് എൻ്റെ കൂടെ ഉള്ളത്. അവരൊക്കെ പാടുന്നവരാണോ? അതെ. കൂടെ പഠിക്കുന്നവരാണോ? അല്ല, അവര് ഇപ്പോൾ 2 പേരും ബിടെക്കിന് പഠിക്കുന്നവരാണ്. ഓ യെസ്. അപ്പോൾ ആ ബാൻഡ് ഇത് നിങ്ങളുടെ ട്രൂപ്പിന്റെ പേരെന്താണ്? യങ് സ്റ്റാർസ് മ്യൂസിക്. യങ് സ്റ്റാർസ് ആണ് അല്ലേ? യങ് സ്റ്റാർസിന് ഒരുപാട് പരിപാടികൾ കിട്ടട്ടെ എന്ന് ഇപ്പം ഞാൻ ആശംസിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഭാവിയിൽ വളരുമ്പോൾ നിങ്ങൾ ഇൻസ്ട്രുമെന്റ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ പ്ലേ ചെയ്യാവുന്ന ഒരു പരിപാടി പ്ലാനിങ് ഒക്കെ ഉണ്ടോ? അങ്ങനെ ചെയ്യണം എന്നുണ്ട്. അതിൽ ഒരു ചേട്ടൻ കീബോർഡ് നന്നായി വായിക്കും. ഇപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. എല്ലാം പൂവണിയട്ടെ. എന്തായാലും പൂവണിയും. ചിലപ്പോൾ സ്വപ്നങ്ങൾ നമ്മൾ വളരെയധികം മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ അവിടെ എത്തിച്ചേരുന്നതാണെന്ന് പറയുന്നത് അല്ലേ? ഈ അടുത്ത കാലത്ത് റീജിയണൽ തിയേറ്റർ വലിയൊരു വേദിയാണ് അത്. KT മുഹമ്മദ് തിയേറ്റർ എന്ന് പറഞ്ഞാൽ മഹാന്മാരായിട്ടുള്ള ഗായകരും അതുമാതിരി സംഗീത സംവിധായകരും ഒക്കെ പാടിയിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ പാടിയപ്പോൾ എന്താണ് തോന്നിയത് ഒരു അനുഭവം ശരിക്കും? ഇപ്പം പ്രഗത്ഭരായിട്ടുള്ള ഓർക്കസ്ട്ര ടീം ഉണ്ടായിരുന്നല്ലോ കൂടെ. ആ പാടിയപ്പോൾ എന്താണ് തോന്നിയത്? 2023 ഞാൻ ആദ്യമായിട്ട് മധുരസ്മരണ എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയിൽ ഒരു അംഗമാവണത്. അപ്പോൾ ഇത്രയും വലിയ ഓർക്കസ്ട്ര ഉള്ള ഇതൊരു ഇതിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഇതായിട്ടാണ്. നല്ലൊരു അനുഭവം ഉണ്ടാവില്ല അവിടെ നിന്ന് പാടുമ്പോൾ നമുക്ക് ഓഡിയൻസിനെ അഭിമുഖീകരിക്കാനോ അങ്ങനെയൊക്കെ തോന്നിയത്? പേടിയൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവരുടെ ഇത്രയും വലിയ ആൾക്കാരുടെ കൂടെയൊക്കെ ചെയ്യാന്ന് പറയുന്നതൊക്കെ.
ഈ ഓർക്കസ്ട്രയുടെ നമ്മളിപ്പോൾ ഇങ്ങനെ ഈ കരോക്കയിൽ വെച്ച് പാടുന്നതാണോ ഓർക്കസ്ട്ര വെച്ച് പാടുന്നതാണോ സുഖമായിട്ട് തോന്നിയുള്ളത്? ഓർക്കസ്ട്രയുടെ കൂടെ ചെയ്യുന്നത് ആണ്. നല്ലൊരു നല്ല ഗായകയുടെ ലക്ഷണം തന്നെയാണത്. ശരിക്കും ഈ കരോക്കെ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ നോട്ട്സൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ടാവും പാട്ടായിട്ട്. അപ്പോൾ ഒരു മാറ്റം ഈ ഓർക്കസ്ട്ര വെച്ച് വായിക്കാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 9 പീസൊക്കെ ഉണ്ടായിരുന്നില്ല അവിടെ ഓർക്കസ്ട്ര. ആ ഓർക്കസ്ട്രയിൽ പാടുന്നതിൻ്റെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ശരിക്കും. കറക്റ്റ് പിച്ചിൽ അല്ലേ, അവരുടെ ശ്രുതിയിലായിരുന്നില്ല അന്ന്, ഗാനമേളക്കാരുടെ ശ്രുതിയിൽ തന്നെയാണല്ലോ പാടിയിരുന്നല്ലേ. അപ്പോൾ അവിടെ പാട്ട് ഏതാണ്? 3 പാട്ടുകൾ പാടിയിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇശൽ തേങ്കണം എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്, ഗസലത്തെ. പിന്നെ പാലാഴി മദനം കഴിഞ്ഞു. പിന്നെ സായന്തനം നിഴൽ വീശിയില്ല. ഗംഭീര പാട്ടുകളാണൊക്കെ. ഒക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള പാട്ടുകളാണല്ലേ, 3 ടൈപ്പ് പാട്ടുകളാണ് പാടിയിരുന്നത്. എന്തായാലും അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ KT മുഹമ്മദ് തിയേറ്ററിലാണ് നിൽക്കുന്നത് എന്നുള്ള ഓർമ്മയിൽ അതിലത്തെ ഒരു പാട്ട് പാടാം അല്ലേ ശ്രോതാക്കൾക്കായിട്ട്? അന്ന് പാടിയൊരു പാട്ട് നമുക്ക്. ഇശൽ തേങ്കണം കൊണ്ടുവാ തെന്നലേ നീ, ഇശൽ തേങ്കണം കൊണ്ടുവാ തെന്നലേ നീ, ഗസൽ പൂക്കളാലേ ചിരിച്ചു വസന്തം, നദീതീരവും രാത്രിയും പൂനിലാവും വിളിക്കുന്നു നമ്മെ മലർക്കൈകൾ നീട്ടി, ഇശൽ തേങ്കണം കൊണ്ടുവാ തെന്നലേ നീ. എനിക്കിപ്പോൾ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, നിങ്ങളെ പോലുള്ള കുട്ടികൾ ഇപ്പോൾ മിക്കവാറും റിയാലിറ്റി ഷോകളിലേക്കൊക്കെ വരാനുള്ള ശ്രമം നടത്താറുണ്ട്. അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കണം, റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഓഡീഷനിൽ പങ്കെടുത്തു, പക്ഷേ അവസരം കിട്ടിയില്ല. ചിലപ്പോൾ റിയാലിറ്റി ഷോ ഒന്നും പരിപൂർണ്ണ വിജയമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു സംഗീത ജീവിതത്തിൽ നമ്മൾ പാട്ട് കേൾക്കുക, പാട്ടുകൾ പാടുക, അപ്പോൾ അതൊന്നും നമ്മുടെ ഒരു പരാജയമായിട്ട് വിചാരിക്കരുത്. ചിലപ്പോൾ ഒരു വിജയത്തിലേക്കുള്ള കുതിച്ചു ചാട്ടമായിരിക്കും ചിലപ്പോൾ. ഞാൻ ചോദിച്ചെന്ന് മാത്രം, എല്ലാ കുട്ടികൾക്കും അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ സിനിമയിൽ പാടണം, ഇപ്പോൾ സിനിമയിൽ പാടാത്ത എത്ര ഗായകന്മാരുണ്ട് ഇല്ലേ? ചെറുപ്പത്തിലേ നമ്മളത് മനസ്സിലാക്കി പാട്ടുകൾ പഠിക്കുക, ഈ പറഞ്ഞ മാതിരി ഒരുപാട് പാട്ടുകൾ കേൾക്കുക, ഒരുപാട് പാട്ടുകൾ പാടുക. പിന്നെ പഠനം അവിടെ കണ്ടുകൊണ്ട് തന്നെ, മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പാട്ടിലേക്ക് മുഴുകിപ്പോയാൽ ചിലപ്പോൾ പാട്ടുകാരിയാവണം എന്നുള്ള ആഗ്രഹത്തിലേക്ക് എത്തും ചിലപ്പോൾ. അത് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ദേവികയുടെ എല്ലാവിധ സ്വപ്നങ്ങളും, ഇനി എന്താണ് സ്വപ്നം? ചിലപ്പോൾ ഒരു പാട്ടിനെ കുറിച്ചൊരു സ്വപ്നം ഉണ്ടാവുമല്ലോ, നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ള ഭാവിനെ കുറിച്ച്. എങ്ങനെയാണ് പാട്ടിൻ്റെ ഭാവിയിൽ? പാട്ട് ഇതുപോലെ തന്നെ പഠിത്തത്തിൻ്റെ ഒപ്പം കൂടെ കൊണ്ടുപോവുക. അല്ലെങ്കിൽ സ്വന്തം ബാൻഡാണോ അതെ സിനിമയാണോ, അങ്ങനെയൊക്കെ ലക്ഷ്യങ്ങളുണ്ടോ? പാടാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ പാടാൻ നല്ല വിനിയോഗിക്കും അല്ലേ? തീർച്ചയായിട്ടും. പേടിയില്ല നമുക്കല്ലേ, പേടിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ? അപ്പോൾ എന്തായാലും നല്ലൊരു പാട്ടുകാരായിട്ട് വളരട്ടെ എന്ന് ആശംസിക്കുകയാണ്. പഠനത്തോടൊപ്പം പാട്ടും അതുമാതിരി ഗിറ്റാർ പ്ലേയിങ്ങും ഒപ്പം തന്നെ നിങ്ങളുടെ ബാൻഡും എല്ലാം, ഏതൊക്കെയാണ് സ്വപ്നങ്ങൾ അതൊക്കെ നടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എൻ്റെ പേരിൽ വ്യക്തിപരമായിട്ടും ഹലോ റേഡിയോൻ്റെ പേരിലും ശ്രോതാക്കളുടെ പേരിലും. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ചെറിയ അഭിമുഖത്തിന് എത്തിച്ചേർന്ന ദേവികയ്ക്കും അതുപോലെ തന്നെ അച്ഛനൊക്കെ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ്. കൊച്ചുമിടുക്കിയായിട്ട് ഇപ്പോൾ നമുക്ക് ധൈര്യപൂർവ്വം എൻ്റെ മുന്നിലാണ്ടിരിക്കുന്നത്, മറ്റുള്ളവരുടെ പോലെയല്ല, എത്ര ധൈര്യപൂർവ്വമാണ് എൻ്റെ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ പാട്ടിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ നമുക്ക് ശ്രോതാക്കൾക്കായിട്ട് നല്ലൊരു പാട്ടങ്ങോട്ട് പാടിയിട്ട് നമുക്ക് ഈ സല്ലാപം അഭിമുഖം പൂർത്തിയാക്കും. നീലാവിൻ്റെ പൂങ്കാവിൽ നിശാ പുഷ്പഗന്ധം, കിനാവിൻ്റെ തേന്മാവിൽ പാടി പാടി, നിലാവിൻ്റെ പൂങ്കാവിൽ നിശാ പുഷ്പഗന്ധം, കിനാവിൻ്റെ തേന്മാവിൽ പാടി പാടി, നിലാവിൻ്റെ പൂങ്കാവിൽ. അപ്പോൾ താങ്ക് യു വെരി മച്ച്. ഓക്കെ.